ഓസ്ട്രേലിയയിൽ സ്ഥലം വാങ്ങിക്കുന്നത്, അതുപോലെ വീട് നിർമ്മിക്കുന്നത് ഇതിനല്ല. ഇവിടെ ഒരു സിസ്റ്റമുണ്ട്. അതായത് ഒരാൾക്കും അവരുടെ തോന്നിവാസം ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു വ്യക്തിക്കും ഇവിടെ സ്ഥലം നമുക്ക് വാങ്ങണമെങ്കിൽ നമ്മൾ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് ഉണ്ട്. ബ്രോക്കേഴ്സ് പറഞ്ഞാൽ അവർ ഏജന്റന്മാരുണ്ട്. അവർക്ക് ഓഫീസുണ്ട്, അവരുടെ സെയിൽസ് പേഴ്സൺസ് ഉണ്ട്, അങ്ങനെ ഉള്ള ആൾക്കാരുണ്ട്. അവരെ സമീപിച്ചാണ് നമ്മൾ വാങ്ങേണ്ടത്. അതുപോലെ ഇവിടെ കൂടുതൽ ഓപ്ഷനാണ് നടക്കുന്നത്. ഓപ്ഷൻ പോലെ തന്നെ നമുക്ക് നേരിട്ട് അവരുമായിട്ട് ബന്ധപ്പെടാം. കണ്ടോ, ഇതൊരു കുറേ ഏക്കർ സ്ഥലം ഒരു റിയൽ എസ്റ്റേറ്റ് പാർട്ടികൾ വാങ്ങിച്ച് ആ സ്ഥലത്തിനെ മുഴുവൻ കീഴ്മേൽ മറിച്ച്, JCB കൊണ്ടുവന്ന് കീഴ്മേൽ മറിച്ച് മണ്ണെല്ലാം ഇളക്കി അതിനടിയിലുള്ള വേരുകൾ കല്ലുകൾ എല്ലാം എടുത്തു മാറ്റി അതിനെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഓരോ പ്ലോട്ടുകളായിട്ട് തിരിക്കുന്നു. അതായത് ഇപ്പോൾ ഇതെനിക്ക് തോന്നുന്ന ഒരു 400 സ്ക്വയർ മീറ്റർ തൊട്ട് ഒരു 1000, അതായത് ഒരേക്കർ സ്ഥലം വരെയുള്ള പ്ലോട്ടുകളാക്കി തിരിച്ചിട്ട് അതിനെ ഇങ്ങനെ വിൽക്കുന്നു. നമുക്ക് ആർക്കും വാങ്ങാവുന്നതാണ്. അവർ പറയുന്ന വില അനുസരിച്ച് നമുക്കത് കിട്ടത്തുള്ളൂ. ഇതുകൊണ്ട് ഈ കാണുന്നത് വീട്ടിലേക്കുള്ള ഇതാണ്, ഡ്രൈവേ ആണ്. അത് ചിലത് നമ്മൾ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ കോൺട്രാക്ടർ തന്നെ ചെയ്തു തരും, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം. അതല്ലാതെ നമ്മളൊരു വീട്ടിൻ്റെ ഡ്രൈവേ ഉണ്ടാക്കണമെങ്കിൽ അതിന് നമ്മൾ ശരിക്കും ഒരു ഇവിടുത്തെ $300 സർക്കാരിന് കെട്ടിവെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റോഡ് നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ആ റോഡ് സൈഡിലെ സ്ഥലങ്ങളെല്ലാം സർക്കാരിൻ്റെതാണ്. പിന്നെ ഇതിലുണ്ട് ഈ കാണുന്നത് ഇവിടുത്തെ, അതായത് ഒരു ഫയർ ഉണ്ടായാൽ അതിൻ്റെ ഫയർ എസ്റ്റിമേഷൻ വന്ന് കണക്ട് ചെയ്യാനുള്ള പൈപ്പ് ലൈനാണ്. ഇതെല്ലാം വളരെ കൃത്യമാണ്. ഇവിടെ ഇതിനൊന്നും യാതൊരു മാറ്റവുമില്ല. അതുപോലെ തന്നെ ആ സൈഡിൽ കാണുന്ന സ്ഥലം അത് നമ്മുടെ സ്ഥലമല്ല, അതിനുള്ളിൽ കാണുന്ന സ്ഥലം മാത്രമേ നമുക്കുള്ളൂ. ഈ സൈഡിൽ കാണുന്നത് നമ്മൾ ആരാണോ ആ സ്ഥലം വാങ്ങുന്ന അവർ അതിനെ പുല്ല് വെട്ടി അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം കൃത്യമായിട്ട്. അതുപോലെ ഈ കാണുന്നത് ഇലക്ട്രിസിറ്റിക്കുള്ള കണക്ഷനാണ്. ആ കാണുന്നത്, ആ കുറ്റി കാണുന്നത്, പച്ചക്കുറ്റി, ഇത് മിക്കവാറും പേരും ഒക്കെ വാങ്ങിച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് ഇവിടെ ബോർഡ് കാണാത്തത്. അല്ലെങ്കിൽ ലാൻഡ് ഫോർ സെയിൽ എന്നും പറഞ്ഞ് കാണും. ഈ കാണുന്നത് വിൽക്കാനുള്ള സ്ഥലമാണ്. 416 M2. അതിൻ്റെ ഫ്രണ്ടിൻ്റെ വീതി, അതിൻ്റെ നീളം, ഇതെല്ലാം കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ വീടുകൾ പണിയുന്നത് 2 രീതിയിലാണ് ഇവിടെ പണിയുന്നത്. ഒന്ന് സ്റ്റീലിൻ്റെ സ്ട്രക്ചറുണ്ട്, തടിയുടെ സ്ട്രക്ചറുണ്ട്. മിക്കവാറും തടിയാണ് കൂടുതലും പേര് പ്രിഫർ ചെയ്യുന്നത്. രണ്ടിനും ഒരു വ്യത്യാസമില്ല. കാരണം വില കൊണ്ട് നോക്കിയാൽ നമ്മുടെ ഇന്ത്യയിലെ പോലെ ഇവിടെ അത്രയും റോ മെറ്റീരിയൽസ് അത്രയും വില കുറഞ്ഞ് കിട്ടത്തില്ല. കാരണം നമുക്ക് കല്ല്, മണ്ണ്, ഇരുമ്പ് സാധനങ്ങളെല്ലാം നമുക്ക് ധാരാളം ഉള്ളതുകൊണ്ട് നമുക്കവിടെ ചീപ്പായിരിക്കും. പക്ഷേ ഇവിടെ അത്രയും ചീപ്പല്ല. പക്ഷേ തടി കൊണ്ട് പണിയുന്നതും കുഴപ്പമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വരുന്ന തടികളാണ്. ആ തടിയിലാണത് പണിയുന്നത്. ഇതുണ്ട്, അനദർ പ്ലാന്റേഷൻ ഫോം കമ്മിങ് സൂൺ. ഇത് പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ കമ്പനിക്കാരനാണ് വാങ്ങിച്ചിരിക്കുന്നത്. അവനാണ് ഇവിടെ വീട് പണിയുന്നത്. അത് വലിയൊരു കമ്പനിയാണ്. ഇത് അടുത്ത് കാണുന്ന കോറൽ ഹോമാണ്. ഈ കോറൽ ഇതുപോലെ തന്നെ പ്ലാന്റേഷന് ഇതെല്ലാം വലിയ വലിയ സ്റ്റാൻഡേർഡ് കമ്പനികളാണ്. അവരാണ് നമുക്ക് വീട് വെച്ച് തരുന്നത്. നമ്മൾ അവരുമായിട്ട് ഒരു എഗ്രിമെന്റ് വെക്കുന്നു. പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് നമ്മുടെ ഈ വീട് പണി ആരംഭിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ വീണ്ടും ആ മണ്ണിനെ കോരി അതിനടിയിൽ കൂടെ പ്ലംബിങ്, മറ്റേ ഇലക്ട്രിഫിക്കേഷൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് അതിന്റെ മുകളിൽ തെർമോകോൾ ഫില്ല് ചെയ്തിട്ട് തെർമോകോളിന്റെ മുകളിലാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെർമോകോളിന്റെ മുകളിൽ ഇങ്ങനെ പണിയുമ്പോൾ ഈ ഭൂമികുലുക്കം പോലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ ഒരിക്കലും നമ്മുടെ വീട് നശിക്കുന്നില്ല. ആ വീടിന് ഡാമേജ് വരികയില്ല. അതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള പണി. ഇത് വീണ്ടും ഇവിടെ അടുത്ത കോർണറിൽ വീണ്ടും ഒരു കൊടുത്തിരിക്കുന്നു. ഈ ഫയർ എക്സ്റ്റിംഗ്വിഷന്റെ സെറ്റപ്പ് കൊടുത്തിരിക്കുന്നു. അതുപോലെ വണ്ടികൾ പാർക്ക് ചെയ്യാൻ, അതിന് കയറത്താനുള്ള സൗകര്യങ്ങളെല്ലാം ഈ കാണുന്ന പ്രോപ്പർട്ടി സോൾഡാണ്. അത് ആരോ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ധാരാളം മലയാളികളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിടുന്നുണ്ട്. നല്ല വിലയാണ് ഇവിടെ. ഇപ്പം കോവിഡിന് ശേഷവും ഇവിടെ ഒരു വിലയും കുറഞ്ഞിട്ടില്ല. അതായത് 1 മില്യൺ ശരാശരി വരും നമ്മുടെ ഒരു സ്ഥലം വാങ്ങിച്ച് അതിന്റെ വീട് പണിത് കഴിയുമ്പോൾ. ഏറ്റവും കുറഞ്ഞതാണത് കേട്ടോ. അതിൽ കൂടുതലും വരാൻ സാധ്യതയുണ്ട്. ഈ കാണുന്നതാണ് പണിക്കാർക്ക്. പക്ഷേ സാധാരണ വീക്കെൻഡുകളിൽ ഇവർ ജോലി ചെയ്യാറില്ല. പക്ഷേ ഇവർ അത്യാവശ്യം പണികൾ കോൺട്രാക്ടേഴ്സ് ഒക്കെ ആയതുകൊണ്ട് അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായി ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ പറ്റി പറയുന്നത്, ആ കാണുന്നത് അതിൻ്റെ ഭൂമിക്കടിയിലൂടെ പൈപ്പ് കുഴിച്ചിട്ട് അതിൽ കൂടിയാണ്. അതായത് ഒരാൾ താഴ്ചയിലുള്ള കുഴി കുഴിച്ചിട്ട്
ആ കുഴിയിലൂടെയാണ് ഈ ഡ്രെയിനേജിൻ്റെ പൈപ്പ് ലൈനൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പം ഫ്ലഡ് കാര്യങ്ങളൊന്നും അങ്ങനെ സാധാരണ വരാറില്ല. അങ്ങനെ വന്നാലും നമ്മളെ അത് അഫക്റ്റ് ചെയ്യല. ഇത് കണ്ടോ, ഈ വീട്, ഇതൊക്കെ ഓരോ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ എഗ്രിമെന്റ് ലാൻഡ് നമ്മൾ പർച്ചേസ് ചെയ്ത്, ചിലത് ലാൻഡ് ആൻഡ് ഹോം ആൻഡ് ലാൻഡ് പാക്കേജാണ്, ചിലത് ലാൻഡ് മാത്രം നമ്മൾ വാങ്ങിച്ചിട്ട് അവിടെ നമുക്ക് ഇഷ്ടമുള്ള കോൺട്രാക്ടർമാരെ വെച്ച് പണിയിപ്പിക്കുന്നതാണ്. ഇത് സ്റ്റീലിന്റെ സ്ട്രക്ചറാണ് ഈ കാണുന്ന വീട്. ഈ കാണുന്ന വീട് തടി കൊണ്ടുള്ള സ്ട്രക്ചറാണ്. അതിന്റെ നിർമ്മാണ രീതികളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടൊരു രീതിയാണ് നാട്ടിലെ കഴിഞ്ഞും. ഇത് ഈ കാണുന്ന വീട് കണ്ടോ. ഇവിടെ നമ്മൾ ശരിക്കും വേറെ ഒരു പ്രോപ്പർട്ടി വാങ്ങിയാൽ ആ പ്രോപ്പർട്ടിയിൽ നമ്മുടെ തുടക്കം തൊട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട സാധനത്തിൽ ഡ്രെയിനേജിന്റെ ലൈൻ ഉണ്ടോ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നു. വീട് പണി ഒരു വലിയൊരു പ്രോപ്പർട്ടി, ഒരു പ്ലോട്ട് ഇവർ വാങ്ങിച്ച് അവിടെ പണി തുടങ്ങുമ്പോൾ മെയിൻ റോഡിൽ ഇവരെ തന്നെ സർക്കാരിന്റെ ആൾക്കാരെ വിളിച്ചു വരുത്തി അവർ ഡ്രെയിനേജിന്റെ ലൈൻ ഒരാൾ താഴ്ചയിൽ ഇട്ടിട്ടാണ് തുടങ്ങുന്നത് തന്നെ. അപ്പം അവിടെ പോലും ഒരു പ്രശ്നവുമില്ല. പിന്നെ പ്ലംബിങ്, ഇലക്ട്രിഫിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം വളരെ കൃത്യമായിട്ടാണ് പോകുന്നത്. ഇത് ഈ കാണുന്നത് ഇത് അവരുടെ ലാൻഡ് സെയിൽസ് സെന്ററാണ്, ഇതിന്റെ ഓഫീസാണ്. ഇവിടെ വന്ന് നമുക്ക് ബന്ധപ്പെടാം. അവിടെ കൃത്യമായ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അവർ നമുക്കെല്ലാം പറഞ്ഞു തരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മൾ സ്ഥലം വാങ്ങിക്കുന്നത് നമ്മുടെ നാട്ടിൽ പോയി സബ് രജിസ്ട്രാർ എഴുത്തുകാരുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഓൺലൈനോ ചെയ്തിട്ട് നമ്മൾ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി നമ്മുടെ രജിസ്റ്റർ ചെയ്യുന്ന സിസ്റ്റം അല്ല ഇവിടെയുള്ളത്. ഇവിടെ നമുക്ക് ലോയേഴ്സാണ്, ഇവിടെ വക്കീലന്മാരാണ് നമുക്ക് വേണ്ടി അതെല്ലാം ചെയ്തു തരുന്നത്. അവർക്ക് കൃത്യമായ ഫീസുണ്ട്. അവരത് എഴുതി തരുന്നതിന് ഏതാണ്ട് ഏറ്റവും കുറഞ്ഞതൊരു $2,000 $1,00,000 വരുന്നുണ്ട്. അതാണ് മിനിമം റേറ്റ്. അതായിരിക്കും മിക്കവാറും എല്ലാം തന്നെ. അപ്പം അതാണ് ഇവിടുത്തെ ഒരു സംവിധാനം. അത് ഇങ്ങോട്ട് ആരോ ഒരാൾ വരുന്നുണ്ട്, ഇത് പ്രോപ്പർട്ടി കാണാൻ വരുന്നതാണ്. ഈ വീടും നമ്മൾ ഇറങ്ങിപ്പോയ വഴിയാണ്. ഇവിടെ സ്റ്റീലിന്റെ സ്ട്രക്ചറാണ്. ഈ വരുന്ന വണ്ടിയിലാണ് ഇങ്ങനെ ഈ വീട് പണിയുന്ന സാധനങ്ങൾ കൊണ്ടുവരുന്നത്. ഇത് കണ്ടോ, ഒരു വീടിന്റെ പ്ലാൻ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്താൽ A to Z എല്ലാം ആ സ്ട്രക്ചറിന്റെ മുഴുവൻ സാധനവും നമുക്ക് ഒരുമിച്ച് വരും. അത് വന്നതിന് ശേഷം നമ്മൾ പ്ലംബർ, ഇലക്ട്രീഷ്യന്, പിന്നെ കോൺക്രീറ്റിന്റെ വർക്ക് ചെയ്യുന്നവരെ ഇവരെല്ലാം ഓരോരുത്തരായിട്ട് നമുക്ക് വിളിച്ച് ചെയ്യിപ്പിക്കാം പീസ് വർക്കായിട്ട്. അതല്ല നമ്മൾ കോൺട്രാക്ട് ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഇതെല്ലാം തന്നെ ചെയ്തോളൂ. അല്പം കൂടെ പൈസ കൂടുതലായിരിക്കും. ഇത് കണ്ടോ, ഇതെല്ലാം ഈ ഒരു കോവിഡ് സമയത്ത് വാങ്ങിയിട്ട് വിൽക്കാതെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ആ വിലയിൽ ഒരു കുറവും വരാത്തതുകൊണ്ടാണ് കേട്ടോ ഇത് വിറ്റ് പോകാത്തത്. ഇത് ഈ കാണുന്നത് ഇതൊക്കെ നല്ല വില വരുന്ന സ്ഥലമാണ്. അവിടെ തൊട്ട് വീട് പണിത് വരികയാണ്. ഇത് കണ്ടോ, ഡ്രെയിനേജിന്റെ ലൈൻ കൊടുത്തിരിക്കുന്നുണ്ടോ, എന്ത് കറക്റ്റാണ്. അതുപോലെ വെള്ളത്തിന്റെ ലൈന് ഒന്നിനും ഒരു കുറവുമില്ല. നമുക്ക് ഒരു മാറ്റങ്ങൾ പോലും വരുത്തേണ്ട ആവശ്യമില്ല. അതൊക്കെ വളരെ കറക്റ്റായിരിക്കും. ഇത് ഞാൻ അടുത്ത ഒരു പ്രോപ്പർട്ടിയിലേക്ക് കയറുകയാണ്. ആ പ്രോപ്പർട്ടിയിൽ ഇത് കണ്ടോ, അതിന്റെ റോഡിന്റെ വീതി കൊടുത്തിരിക്കുന്നതാണോ, അതിന്റെ അപ്രോച്ച് റോഡും അതുപോലെ അതിന്റെ എൻട്രൻസും കാര്യങ്ങളും എന്ത് വീതിയിലാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരു റോഡിന്റെ 2 ഇരട്ടി വലിപ്പമുണ്ട്. ഇത്രയും സൗകര്യങ്ങൾ കൊടുത്താൽ മാത്രമേ ഇവിടെ അതിന് എനിക്ക് തോന്നുന്നു കൂടുതൽ ലക്ഷറി ആയിട്ടുള്ള വീടുകളാണ് വരുന്നത്. അതിനുള്ള അനുമതി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വീട്. അല്ലെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ വീടുകൾ അവർക്ക് പണിയാം. ഇത് കാണുന്നത് കണ്ടോ, ഇത് എനിക്ക് തോന്നുന്നു ഒരു വർഷം മുമ്പ് ഒരു പണി ആരംഭിച്ചതാണ്. പക്ഷേ അത് വിലയുടെ കൂടുതൽ കൊണ്ടും പിന്നെ ഇത് ഈ കാണുന്നത് ഉഷാ ചന്ദ്ര എന്ന ഗ്ലോബൽ നെറ്റ് റിയൽ എസ്റ്റേറ്റ് ഏജന്റാണ്. അവരാണ് ഇതിന്റെ ഓണർ. അവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് വാങ്ങാവുന്നതാണ്. അവർ ഫിജി ഇന്ത്യൻ, അതായത് ഇന്ത്യക്കാർ പണ്ട് ഫിജിയിൽ പോയി ഉള്ളവരാണല്ലോ ഫിജി ഇന്ത്യൻസ് എന്ന് പറയുന്നത്. പക്ഷെ അവരോട് ചോദിച്ചാൽ അവർ ഇന്ത്യൻസ് ആണോ എന്ന് ചോദിച്ചാൽ പറയാം, അല്ലല്ല ഞങ്ങൾ ഫിജി ഇന്ത്യൻസ് ആണെന്ന് പറയും. കാരണം എന്താണെന്ന് അറിയത്തില്ല, ഇന്ത്യൻസ് ആണെന്ന് അവർ പറയത്തില്ല. ഇത് കണ്ടോ, വീടുകൾ പണിത് വെക്കുന്നത്. ഇതൊരു വീണ്ടും നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരികയാണ്. ഈ കാണുന്നത് ഈ നീലപ്പെട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ പണിക്കാർക്കുള്ള ടോയ്ലറ്റാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ കൊണ്ടുവന്ന് നോക്കണം. അതുപോലെ വേസ്റ്റ് കാണുന്ന ജംബോ എന്ന് പറയുന്ന ബിന്ന്, അതിനകത്ത് വേണം എല്ലാ വേസ്റ്റുകളും ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വാഹനം വന്ന് അതിൻ്റെ വണ്ടി വന്നതിനെ കൊളുത്തിയെടുത്തുകൊണ്ട് പോകും. അതാണ് ഞാൻ തുടക്കത്തിലും പറഞ്ഞത്, എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ടാവും. ഇവിടുത്തെ വേസ്റ്റ് എടുക്കുക, അതുപോലെ തന്നെ നമ്മളൊരു വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യാൻ പാടില്ല. ഒന്നിനും ഒരു കുറവും വരാതെ. പിന്നെ നമുക്കറിയാമല്ലോ നാട്ടിലെ കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിലെ എൻകറേജ്മെന്റ് ആയിട്ടും കയ്യൂക്കൊള്ളും കാര്യക്കാരെന്ന് പറഞ്ഞ പോലെ ഉള്ള കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. പക്ഷെ ഇവിടെയൊന്നും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും യാതൊരു കാരണവശാലും ഒരാളും ചെയ്യല, അവർ ചെയ്യാൻ അനുവദിക്കുകയില്ല. അതാണ് ഇവിടുത്തെ സിസ്റ്റം.